അതായത് നമ്മൾ അനുഭവിച്ചതാണ്, നമ്മുടെ അനുഭവമാണ് കോവിഡ് എന്ന വൈറസ് ബാധയിലൂടെ നമുക്ക് നേരിടേണ്ടി വന്നത്. വീട്ടുകളിൽ ഒതുങ്ങിയിരുന്ന് പുറത്തിറങ്ങാൻ പോലുമാകാതെ മാസ്ക് വർഷങ്ങൾ നിർബന്ധമായ ഒരു കാലം. ആ കാലം നമ്മിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളും ചെറുതല്ല. അപ്പോഴാണ് മറ്റൊരു വാർത്ത, ആശങ്കയുണർത്തുന്ന മറ്റൊരു വാർത്ത ചൈനയിൽ നിന്ന് വരുന്നത്. അവിടെ HMPV വൈറസ് ബാധ പടരുന്നു എന്ന വാർത്തയാണ്. വൻതോതിൽ വൈറസ് ബാധ ഉണ്ടാകുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് കൂടുതലായി രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. വിവരങ്ങൾ നൽകാൻ ഐസൻ ജോസ് ഒപ്പം ചേരുന്നു. ഐസൻ, ചൈനയിൽ നിന്ന് വരുന്നത് ആശങ്കാജനകമായ വാർത്ത തന്നെയല്ലേ? തീർച്ചയായും കൃഷ്ണരാജ്, ഇതുവരെ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് ചൈനയിൽ ആശങ്ക പടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് HMPV, ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്ന് പറയുന്ന ഈ വൈറസ് സ്വാഭാവികമായും നമുക്ക് നേരത്തെ അറിയുന്നത് പോലെ ഈ കൊറോണ പോലെ തന്നെ ഒരു സ്വഭാവമുള്ള കോൾഡ്, അതായത് സാധാരണ ജലദോഷത്തിൻ്റെ സ്വഭാവമുള്ള ഒരു രോഗലക്ഷണം കാണിക്കുന്ന ഒരു രോഗമാണ്. ഇതിനെ അത്ര അതിഭീകരമായൊരു സ്വഭാവം ഇതിനില്ല എങ്കിൽ കൂടി ഇത് ചിലരിൽ വലിയ ആഘാതങ്ങൾ, കുട്ടികളിൽ പ്രത്യേകിച്ച് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ വലിയ റെസ്പിറേറ്ററി ആഘാതങ്ങൾ അല്ലെങ്കിൽ ഈ ശ്വാസകോശ സംബന്ധമായ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ പൾമിനറി ഡിസോർഡറുകളും അതുപോലെ തന്നെ പെട്ടെന്ന് ശ്വാസകോശം ചുരുങ്ങി പോവുക അല്ലെങ്കിൽ നിശ്ചലമാകുന്ന സാഹചര്യം ഉണ്ടാവുക, അത്തരത്തിലുള്ള ചില എമർജൻസികളെല്ലാം തന്നെ ഒരു 10 മുതൽ 12% വരെ രോഗികളിൽ ഈ വൈറസ് ബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കുട്ടികളിൽ കുറച്ച് ഗൗരവമായി തന്നെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇത് പടർന്ന് പിടിക്കുന്നുണ്ട് ചൈനയിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ തണുപ്പ് കാലം വരുമ്പോൾ ഇത്തരത്തിലുള്ള ചില വൈറസ് ബാധകളുടെ സാധ്യത വർദ്ധിക്കുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അത്തരത്തിൽ തണുപ്പിൻ്റെ സാഹചര്യത്തിൽ ഇത് പടർന്നു വരുന്ന ഒരു കാര്യമാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത് ചൈനയിൽ നിന്ന്. മാത്രമല്ല, മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, പല ആശുപത്രികളിലും ഇത്തരത്തിൽ വലിയ തോതിൽ തിക്കും തിരക്കും ഉണ്ടാകുന്നതായി അല്ലെങ്കിൽ ഇത്തരത്തിൽ രോഗികൾ നിറയുന്നതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇത് മാനേജബിൾ അല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അതീവ ഗുരുതരമായി ഇത് അല്ലെങ്കിൽ ഒരു ഔട്ട് ബ്രേക്കിംഗ് അല്ലെങ്കിൽ വലിയൊരു രീതിയിലുള്ള പടർന്ന് പിടിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് നീങ്ങാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് കണ്ടെയ്ൻ ചെയ്യുന്നതിനുള്ളൊരു സാധ്യത പരിമിതമായി മാറുന്നു ചൈനയിൽ എന്നാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. അതുതന്നെയാണ് ഒരു വെല്ലുവിളിയായി ലോകം തന്നെ നേരിടുന്ന ഒരു പശ്ചാത്തലവുമുള്ളത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതൊരു അടിയന്തരാവസ്ഥ, ആരോഗ്യ അടിയന്തരാവസ്ഥയിലേക്കൊന്നും കാര്യങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല എന്നൊരു സൂചനയാണ് വരുന്നതെങ്കിൽ കൂടി നിരീക്ഷിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് നിരീക്ഷിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ വിമാനങ്ങളും അവിടെ ഒരു സംശയമുണ്ട്. ആശങ്ക പടരുന്നു എന്നാണ് ഐസൻ പറഞ്ഞത്. പക്ഷേ അതേസമയം തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ആഗോള രോഗബാധ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട സാഹചര്യമില്ല എന്നാണ്. അതായത് അതിലേക്ക് എത്തിയിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്, അതോ ഈ വൈറസ് ബാധ അത്ര കണ്ട് അപകടകരമല്ലെന്നോ? ഈ വൈറസിൻ്റെ ടോക്സിസിറ്റി അത്ര കണ്ട് അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടാക്കില്ല എന്ന് തന്നെയാണ് പ്രാഥമികമായ മെഡിക്കൽ പഠനങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. എങ്കിൽ കൂടി നമുക്കറിയാവുന്നതാണ്, കോവിഡ് വൈറസിൻ്റെ അല്ലെങ്കിൽ കൊറോണയുടെ ആ സ്വഭാവം നമ്മൾ നേരിട്ട് കണ്ടതാണ്. പല വേരിയൻറ്റുകൾ ഉണ്ടായതും അത്തരത്തിൽ അത് പടർന്നു പിടിക്കുകയും ലോകം മുഴുവൻ അത് വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ലോക സമ്പദ് വ്യവസ്ഥയെ അങ്ങനെ തന്നെ മന്ദീഭവിപ്പിക്കുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്ത് കണ്ടതാണ്. ഈ വൈറസിൻ്റെ വിർലൻസ് എന്ന് പറയുന്നത് അത്ര ഗൗരവതരമല്ല എന്ന് നമുക്ക് നിലവിലെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. എങ്കിൽ കൂടി ചില സാഹചര്യങ്ങളിൽ ഇത് പടർന്നു പിടിക്കാനും അതിൻ്റെ വെർലൻസ് വർദ്ധിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ തീവ്രത വർദ്ധിക്കാനുള്ളൊരു സാധ്യത വളരെയധികം കൂടുതലുണ്ട് എന്ന് തന്നെയാണ് നിരീക്ഷിക്കപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇത് കൃത്യമായി നിരീക്ഷിക്കണം. നമുക്കറിയാവുന്നതാണ്, കൊറോണയുടെ സാഹചര്യത്തിൽ ഈ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും യാത്രകൾ നിർത്തിവെക്കുക, അതുപോലെയുള്ള കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ സൃഷ്ടിക്കുക, അത്തരത്തിലുള്ള കൃത്യമായ സാമൂഹ്യ ഇടപെടലിലൂടെ ഈ രോഗത്തെ പ്രതിരോധിക്കാനുള്ളൊരു നീക്കങ്ങൾ നടത്തിയിരുന്നു. അത്തരത്തിലുള്ളൊരു നീക്കങ്ങളിലേക്ക് ലോകം പോകേണ്ട സാഹചര്യമുണ്ട്. അതായത് ഇപ്പോൾ ചൈനയിൽ നിന്നുള്ള വിമാനങ്ങൾ കൃത്യമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ രോഗം പടരുന്ന സാഹചര്യമുണ്ടെങ്കിൽ വിമാനത്താവളങ്ങളിൽ അത്തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങളും അല്ലെങ്കിൽ നിരീക്ഷണ സംവിധാനങ്ങളും ഉണ്ടാക്കേണ്ടതുണ്ടോ, അത്തരം വിഷയങ്ങളെല്ലാം തന്നെ പ്രഖ്യാപിക്കപ്പെടുകയും അത്തരത്തിലുള്ള പ്രോട്ടോകോൾ നിർദ്ദേശിക്കുകയും ചെയ്യുകയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക. അത്തരമൊരു നീക്കത്തിലേക്ക് നീങ്ങത്തക്ക സാഹചര്യം നിലവിലില്ല എന്നാണ് അറിയിക്കുന്നത്. മാത്രമല്ല, ഈ വിഷയത്തിൽ ഭാരതത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയം ഇക്കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയ വക്താവ് പ്രതികരിച്ചത് ഇത് സംബന്ധിച്ച് കൂടുതൽ സൂചനകൾ ലഭ്യമായിട്ടില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എങ്കിൽ കൂടി ചൈനയിൽ ഇത് പടർന്നു പിടിക്കുന്നുണ്ട്, ഗൗരവതരമായി തന്നെ ഇത് പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. കൃഷ്ണരാജ്. ശരി ഐസൻ, ചൈനയിൽ HMPV വൈറസ് ബാധ പടരുന്നു. അവിടെ 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് കൂടുതലായി ഇത് പടരുന്നത് എന്ന വാർത്തയാണ് വരുന്നത്. പക്ഷേ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട സമയമായിട്ടില്ല എന്ന് WHO പറയുന്നു. ഇന്ത്യ ഈ വിഷയത്തെ വളരെ
ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നു എന്നതും നമ്മൾ എടുത്തു പറയണം. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.